ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദരിദ്രനിൽ നിന്ന് ഭരണാധികാരിയായി പിന്നീട് വീഴ്ച, മുസോളിനിയുടെ ജീവിത പാഠങ്ങൾ. ഒരു സാധാരണ ബ്ലാക്ക് സ്മിത്തിൻ്റെ മകനായി ജനിച്ച ഒരാൾ ഒരു രാജ്യത്തെ മുഴുവൻ നിയന്ത്രിച്ച നേതാവായി ഉയർന്ന കഥ. പക്ഷേ അവൻ്റെ സ്വന്തം ജീവിത തീരുമാനങ്ങൾ തന്നെ അവനെ തകർത്തു വീഴ്ത്തി. ഇത് വെറുമൊരു ചരിത്രമല്ല, ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇതാണ് മുസോളിനിയുടെ കഥ. 1883 ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച മുസോളിനി ദാരിദ്ര്യത്തിൽ വളർന്നു. അച്ഛൻ ഒരു കരിങ്കല്ല് തൊഴിലാളി, അമ്മ ഒരു അധ്യാപിക. അവൻ എപ്പോഴും കലഹപ്രിയനും ശക്തമായ സ്വഭാവമുള്ളവനുമായിരുന്നു. പഠനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, തർക്കങ്ങളിൽ ഏർപ്പെട്ടത്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു: ശക്തമായ വാക്കുകൾ സംസാരിക്കാനുള്ള കഴിവ്. അവൻ വിശ്വസിച്ചു, ഞാൻ വലിയവനാകാൻ പോകുന്നു. മുസോളിനി തൻ്റെ കരിയർ ആരംഭിച്ചത് ഒരു പത്രപ്രവർത്തകനായിട്ടായിരുന്നു, ഒരു ജേർണലിസ്റ്റായിട്ടായിരുന്നു. അവൻ്റെ ആയുധം വാക്കുകളായിരുന്നു. ജനങ്ങളെ സ്വാധീനിക്കാൻ ശക്തനായവനാണ് എന്ന് അവൻ മനസ്സിലാക്കി. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇറ്റലി വളരെ അസ്വസ്ഥതയിലായിരുന്നു. അവിടെ അവൻ ഒരു അവസരം കണ്ടു. 1922 മാർച്ച് ഓൺ റോം വഴി അവൻ അധികാരത്തിലേറി. അവൻ അങ്ങനെ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി. അവൻ ശക്തമായ തീരുമാനങ്ങളെടുത്തു. രാജ്യം പുരോഗമിച്ചു. ജനങ്ങൾ അവനെ വിശ്വസിച്ചു. അവൻ തൻ്റെ പേരിൽ വിളിച്ചു സെക്കൻഡ് ഡ്യൂസ് എന്ന് പറഞ്ഞാൽ ദ ലീഡർ. അപ്പോൾ ആത്മവിശ്വാസവും ശക്തമായ തീരുമാനങ്ങളും നിങ്ങളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അധികാരം ഇദ്ദേഹത്തിനെ അഹങ്കാരത്തിലേക്ക് നയിച്ചു. ജനാധിപത്യം ഇല്ലാതാക്കി. വിരോധിച്ചവർ അല്ലെങ്കിൽ എതിർത്തവരെ അടിച്ച് അമർത്തി. അവന് ചേർന്നത് അവൻ ചെയ്തു. അഡോൾഫ് ഹിറ്റ്ലറിനോടൊപ്പം വേൾഡ് വാർ സെക്കൻഡിൽ പ്രവേശിച്ചു. ഇത് മുസോളിനിയുടെ ഏറ്റവും വലിയ ഒരു തെറ്റായ തീരുമാനമായിരുന്നു. ജർമ്മനിയുമായിട്ട് ഉള്ള ബന്ധത്തിൽ ചേർന്നു. അലൈസ് ഹിറ്റ്ലറുമായിട്ട് യുദ്ധം രാജ്യത്തെ തകർത്തു. ജനങ്ങൾ മുസോളിനിക്കെതിരെ തിരിഞ്ഞു. 1945 അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പിടിക്കപ്പെട്ടു. അങ്ങനെ അവൻ കൊല്ലപ്പെട്ടു, സ്വന്തം ജനങ്ങളുടെ കൈയാൽ തന്നെ.
മുസോളിനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ആഗ്രഹം നിങ്ങളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകും, അഹങ്കാരമാണെങ്കിൽ നിങ്ങളെ തകർക്കുകയും ചെയ്യും. നല്ല നേതാവെന്നത് നിയന്ത്രണമല്ല, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉയരുമ്പോൾ വിനയത്തോടെ ഉയരുക. ചരിത്രം കഥകൾ പറയുന്നില്ല, അത് നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ചോദ്യം ഇതാണ്, നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? അപ്പോൾ ഈ മുസോളിനിയുടെ ജീവചരിത്രം നിങ്ങളെ ഇൻസ്പയർ ചെയ്തെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.